ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 5-ാം തീയതി ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ബഷീർ ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു കാര്യം, ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ PDF ആയി ലഭിക്കുന്നതാണ്. അതായത് ഈ വീഡിയോയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. നിങ്ങളിത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ വീഡിയോസിലെല്ലാം നമ്മൾ എളുപ്പമുള്ള ചോദ്യങ്ങളുമായിരിക്കും പറയുന്നത്. ഇനിയുള്ള വീഡിയോസിലാണ് നമ്മൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കട്ടി കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം: വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏതാണ്? ആയിരത്തി 1908 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്. അടുത്ത ചോദ്യം: കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണുള്ളത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ഏത് ബഷീറിൻ്റെ കൃതിയിലുള്ളതാണ്? ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന കൃതിയിലാണ് ഈ രണ്ട് കഥാപാത്രങ്ങളുള്ളത്. ബഷീർ 1953 ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മുത്താപ്പ എന്ന് പറയുന്ന കഥാപാത്രം മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതിയിലുള്ളതാണ്. ഇദ്ദേഹം ഈ കൃതി രചിച്ചത് 1951 ഈ ഒരു ചോദ്യം എല്ലാവരും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതു തരം ജീവികളാണ്? ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതു തരം ജീവികളാണ്? ഇവർ രണ്ടുപേരും ആനയാണ്. ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ഉത്തരവും കൂടിയുണ്ട്. ആനവാരിയും പൊൻകുരിശും ഏത് തരത്തിലുള്ള കൃതിയാണ്? ആനവാരിയും പൊൻകുരിശും ഒരു നോവലാണ്. ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം: ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ചിനി ബാലിക ലുട്ടാപ്പി ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത്? ബഷീറിൻ്റെ വളരെയധികം ഫേമസ് ആയ ഇന്റുപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കൃതിയിലെ പാട്ടാണിത്.
അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്. ഈ ഒരു ചോദ്യം നമ്മൾ വായനാദിന ക്വിസിലും ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏതാണ്? അതായത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്നത്? ബഷീറിൻ്റെ വിശ്വവിഖ്യാതനായ മൂക്ക് എന്ന് പറയുന്ന കൃതിയിലാണ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. അടുത്ത ചോദ്യം, തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏതാണ്? മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിലൊന്നായ പാത്തുമ്മയുടെ ആടാണ് ബഷീർ തൻ്റെ കുടുംബ വീട്ടിൽ ഉണ്ടാവുമ്പോൾ രചിച്ച നോവൽ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീ പുരസ്കാരമാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. അടുത്ത ചോദ്യം ഇതാണ്, ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം എന്നാണ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയികളെ കമൻറ്റ് ബോക്സിലായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ പണ്ടത്തെ വീഡിയോസ് പോലെ തന്നെ ഇനിയുള്ള ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. വിന്നറും അതിൻ്റെ ഉത്തരവും നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ വീഡിയോയുടെ ആദ്യമുണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ബോണസ് ക്വസ്റ്റ്യനായി നൽകിയിരിക്കുന്നത്. എന്ത് അപരനാമത്തിലാണ് ബഷീർ അറിയപ്പെട്ടിരുന്നത്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ ഉത്തരം രേഖപ്പെടുത്തുക. ഇതിൻ്റെ വിന്നറും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. മറ്റൊരു കാര്യം ആരും മറക്കരുത്, നമ്മുടെ വീഡിയോസിൻ്റെ PDF ലഭിക്കുവാനായി, അതായത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം PDF അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.